ഇത് തലസ്ഥാനത്തെ വഞ്ചിയൂർ ജനറൽ ആശുപത്രി റോഡാണ്. ഈ റോഡും അനുബന്ധ റോഡുകളും കുഴിച്ചിട്ടിട്ട് മാസമേറെയായി. ബൈക്ക് യാത്ര തന്നെ ജീവൻ പണയം വെച്ചാണ്. കാശേട്ടോ, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? നന്നായിട്ട് പോകുന്നുണ്ടോ? ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡ് വഴിയുള്ള യാത്രയൊക്കെ എങ്ങനെയുണ്ട് ഇപ്പോൾ? കാണിച്ചു തരാം അങ്ങനെയുള്ള അവസ്ഥയാണ്. റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ആളുകൾ കൊണ്ടുവരാനും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടോ? ഒരുപാടുണ്ട്. ഇവിടെ വെറുതെ ഹോസ്പിറ്റലിൽ നിന്നൊരു പ്രഗ്നൻറ്റ് ലേഡിയെ കൊണ്ടുപോയതാണ്. വഴുതക്കാട് വരെയാണ് പോയത്. അപ്പോൾ ചെന്ന സമയത്ത് നമുക്ക് റോഡ് വളരെ മോശം അവസ്ഥയിലായിരുന്നു. അതുമാത്രമല്ല നല്ല ബ്ലോക്കുമാണ്. അപ്പോൾ നമുക്ക് സമയത്ത് ഒരുപാട് ലേറ്റ് ആയിപ്പോയി. എമർജൻസി ആയിരുന്നു അത്. ആൾ സേഫാണ് എങ്കിലും നമുക്ക് ഹോസ്പിറ്റലിൽ എത്താനായിട്ട് സമയം ഒരുപാട് ഡിലേ ആയി. ഈ സർജറി അടക്കം നടത്തിയിട്ടുള്ള രോഗികളുണ്ടല്ലോ, അവരുടെ യാത്രയോ വളരെ പതുക്കെ പോകാൻ പറ്റത്തുള്ളൂ. ഒരു ഷേക്ക് വരാൻ പാടില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഇവിടുത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഒരിക്കലും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇപ്പോൾ റോഡൊക്കെ ഇപ്പോൾ ഹോളിവുഡ് സിനിമയിലെ ഒരു അവസ്ഥയാണ്. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുകയാണ്. റോഡ് പണി നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വഴിയെങ്കിലും ഓപ്പൺ ആയിട്ടുണ്ടാവും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. 4 സൈഡും എല്ലാ റോഡും പണി നടക്കുകയാണ്, ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഒരു രീതിയിൽ നമുക്ക് പെട്ടെന്ന് എത്തിക്കാനായിട്ട് പറ്റുന്നില്ല. ചെറിയ റോഡുകളെല്ലാം പൊളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് മെയിൻ റോഡുകൾ ആശ്രയിക്കേണ്ടി വരികയാണിപ്പോൾ. അപ്പോൾ അത് മെയിൻ റോഡിൽ വരുന്ന സമയത്ത് നല്ല രീതിയിൽ ബ്ലോക്കാണ്. ഒരു ഇഞ്ച് പോലും നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. മന്ത്രി പറയുന്നത് വളരെ പെട്ടെന്ന് പണി തീർക്കുമെന്നാണ്. കാരണം ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്തും അങ്ങനെയാണ് പറഞ്ഞത്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പറയുന്നത്. സർക്കാരിൻ്റെ ഭാഗത്ത് പെട്ടെന്ന് തീരും എന്നാണ് നമ്മുടെ വിശ്വാസം. തീർന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വണ്ടി ഓടിക്കാം. ഇപ്പോൾ പേഷ്യൻ്റ് കൃത്യസമയത്ത് നമുക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാൻ സാധിക്കും. നമുക്ക് സ്മാർട്ട് സിറ്റിയുടെ പേരിലുള്ള അശാസ്ത്രീയമായ റോഡ് നിർമ്മാണത്തിൻ്റെ പ്രശ്നങ്ങളാണ് നമ്മൾ കേട്ട് മനസ്സിലാക്കിയത്. ആംബുലൻസിന് പോലും റോഡിലൂടെ പോകാൻ പറ്റാത്ത സ്ഥിതി. ഒരു റോഡിലെ പണി കഴിയുന്നതിന് മുൻപ് തന്നെ അടുത്തുള്ള റോഡ് കൂടെ കുഴിച്ചിടുന്നതോടുകൂടി ജനം വലിയ പ്രതിസന്ധിയിലാകുന്നു. ക്യാമറമാൻ നല്ലേ മുരുകനൊപ്പം ഗോകുൽനാഥ്, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.